ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്റ്റൈലർ ലേണിംഗ്. അനഗാമിസ് ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ടും ഇരിക്കല്ലേ. അപ്പൊ ദാ നമ്മുടെ എക്സാംസ് ഒക്കെ ദാ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മുടെ മുമ്പിൽ. അപ്പൊ മിസ് ഓൾറെഡി ഒരു വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ മിസ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, എസ് എ ക്വസ്റ്റ്യൻസ് അതൊക്കെ മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാതെ മക്കളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കോണ്ടന്റ് പോയി വാച്ച് ചെയ്യാം. അതേപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും മിസ് കോണ്ടന്റ്സ് ആയിട്ട് നിങ്ങളെ മുമ്പിൽ എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3-4 മാർക്കിന് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ നമുക്ക് 5 മാർക്കിനും വരാം, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ 3-4 മാർക്കിന് വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുകയൊക്കെ ചെയ്യും. അതേപോലെ എസ് എ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും 5 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിച്ചത് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം എന്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ നമ്മൾ എക്സാമിനോടനുബന്ധിച്ച് ഇന്നും നാളെ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന കോണ്ടന്റ്സ്, അതേപോലെ നമ്മളെ ഷോർട്സ്, ഇതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്യണം. മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പം അധികം നമ്മൾ നീട്ടി വലിക്കുന്നില്ല, മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മലയാളത്തിലുള്ള നോട്ട്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം, പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ എന്നാണ് ചോദിച്ചത്. സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. സോറി, പൊളിറ്റിക്കൽ സയൻസ് അല്ല, പൊളിറ്റിക്കൽ തിയറി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. റെഡിയല്ലേ മക്കളെ? ടു ചൂസ് എ പ്രിഫേർഡ് പ്രൊഫഷൻ, നമുക്ക് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു, നമ്മളെ സഹായിക്കുന്നു. ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ടു ഡെവലപ്പ് സിവിൽ കോൺഷ്യസ്നെസ്, അതായത് എന്താ, പൗരബോധം സൃഷ്ടിക്കാൻ, നമ്മളെല്ലാവരും പൗരബോധമുള്ള ആളുകളായിട്ട് മാറാൻ നമ്മളെ സഹായിക്കുന്നു. പിന്നെയോ ടു അവെയർ അബൌട്ട് പൊളിറ്റിക്കൽ ഫിനോമിന, നമ്മളെ ചുറ്റുപാടും നടക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച്, രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ പൊളിറ്റിക്കൽ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു അല്ലേ, രാഷ്ട്രീയ സങ്കല്പങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആൻഡ് ടു നോ അബൌട്ട് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, സ്റ്റേറ്റിനെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. ടു നോ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര ലെവലിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ സംഘടനകളെ കുറിച്ചും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. പിന്നെ എന്താ, സ്വാതന്ത്ര്യം, സമത്വം, നീതി തുടങ്ങിയ ആശയങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആര്? നമ്മുടെ പൊളിറ്റിക്കൽ തിയറി. ഏതൊക്കെയാണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അടുത്തതോ ടു നോ ദ വാരിയസ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഇല്ലേ, ഡെമോക്രസി, ജനാധിപത്യം, സോഷ്യലിസം, സെക്കുലറിസം, മതേതരത്വം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, പറഞ്ഞു തരുന്നില്ലേ. ഈ ഒരു പ്രത്യയ ശാസ്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കുന്നു, നമ്മുടെ പൊളിറ്റിക്കൽ തിയറി സഹായിക്കുന്നു. അടുത്തത് ടു നോ വാരിയസ് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പല തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലായിടത്തും ഒരേ രീതിയിലല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാനും എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സെറ്റായില്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. രാജ്യസഭയുടെയും ലോകസഭയുടെയും അധികാരങ്ങൾ, പവേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്പെഷ്യൽ പവർ അല്ല, പവർ, അധികാരങ്ങൾ മാത്രം. എന്തൊക്കെയാണ്? രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്, നിയമം നിർമ്മിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു. ആൻഡ് പിന്നെ പറയുന്ന കാര്യം എന്താണ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനില് അമെൻമെന്റ്, ഭരണഘടന ഭേദഗതി എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നു. ഭരണഘടന ഭേദഗതിയിൽ എന്ത് ചെയ്യുന്നു, ഇവർ ഭാഗമാകുന്നുണ്ട്. അടുത്തത് എന്താണ്, ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്. എന്ത് പ്രോസസ്സാ മക്കളെ? ഇംപീച്ച്മെന്റ്. നമ്മളെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെന്റ്. ഇതിലും ആര് ഭാഗമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്, രാജ്യസഭയും ലോകസഭയും ഭാഗമാവുന്നുണ്ട്. ഇതാ ഇവിടെ നോക്കിക്കേ, രണ്ടു കൂട്ടരും ഇംഗ്ലീഷ് നോട്ടും മലയാളം നോട്ടും മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ചെയ്യുന്ന, രണ്ടുപേർക്കുമുള്ള കോമൺ ആയിട്ടുള്ള അധികാരങ്ങളാണ് മിസ് ഇവിടെ
ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ഇത് സ്പെഷ്യൽ പവേഴ്സ് അല്ല, പവേഴ്സ് മാത്രമാണ്, ഓർത്തു വെക്കണേ. അടുത്തത് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ആൻഡ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ സാർവത്രിക പൗരത്വം, പിന്നെ എന്താണ് സാർവത്രിക പൗരത്വം എന്ന് പറയുന്നത് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്, ആൻഡ് ആഗോള പൗരത്വം എന്താണ് നമ്മുടെ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്. നമുക്ക് നോക്കാം. ആദ്യം സാർവത്രിക പൗരത്വം നമുക്ക് നോക്കാം. മക്കളെ, യുദ്ധം, ക്ഷാമം, പീഡനം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് അഭയാർത്ഥികൾ ഉണ്ടാകാറില്ലേ? അവരെ സ്വീകരിക്കാനും രാജ്യത്തിന്റെ ഭാഗമാക്കാനും പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. അവർക്ക് പലപ്പോഴും അവരുടെ രാജ്യത്തേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല, വേറെ ഒരു രാജ്യത്തിന്റെ ഭാഗമാകാൻ പറ്റില്ല. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അഭയാർത്ഥികളായിട്ട് മാറുന്നു. അവർ ക്യാമ്പുകളിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായിട്ട് മാറുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു ഇതിലൂടെ ഉണ്ടാകുന്നു. അപ്പൊ അവര് നിയമത്തിന് അതീതമായിട്ട് അവരെന്ത് ചെയ്യുക, ക്യാമ്പുകളിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. വി ആർ ലിവിംഗ് ഇൻ ഗ്ലോബൽ സൊസൈറ്റി, കൺസിഡർ ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ആസ് എ ഗ്ലോബൽ. ഓക്കെ, ഒറ്റ മിനിറ്റ് മക്കളെ. ഓക്കെ, യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് ആണ് പറയുന്നത്. പീപ്പിൾ മേ ബി ഡിസ്പ്ലേസ്ഡ് ബൈ ദ വാർ കാരണം, അതേപോലെ ഫെമൈൻ കലാപം കാരണം, അതേപോലെ നമ്മളെ കൂട്ടക്കൊല അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നു, മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നു. ഇഫ് നോ സ്റ്റേറ്റ് ഈസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദം, ഒരു സ്റ്റേറ്റും അവരെന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന അവസരത്തിൽ ബിക്കം സ്റ്റേറ്റ്ലെസ് പീപ്പിൾ, ഈ സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ആളുകൾ എന്തായി മാറുന്നു, റെഫ്യൂജികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവര് സ്റ്റേറ്റ്ലെസ് പീപ്പിൾ ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെ വേൾഡിൽ ഒരുപാട് ആളുകളെ അവർ ഏത് രാജ്യത്തു നിന്നാന്ന് പോലും അറിയാത്ത ആളുകൾ ജീവിക്കുന്നുണ്ട്. പീപ്പിൾ മേ ലൂസ് ദ ഹോം, അവർക്ക് അവരുടെ വീട് നഷ്ടപ്പെടും, പൊളിറ്റിക്കൽ ഐഡന്റിറ്റീസ് നഷ്ടപ്പെടും, അവർക്ക് സെക്യൂരിറ്റി നഷ്ടപ്പെടും. എന്നിട്ട് മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായിട്ട് കുടിയേറി പാർക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സിറ്റിസൺഷിപ്പ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ടു ദോസ് ordinary live in a country and work in a country as well as to those who apply for citizenship. ഇവിടെ പറയുന്നത് എന്താ മക്കളെ, എല്ലാവർക്കും സാർവത്രിക പൗരത്വം നൽകുക എന്നതാണ് ഇതിനുള്ള പോവായി. അതായത് ഇവർക്ക് എല്ലാവർക്കും, ഇപ്പൊ നമ്മൾ ഏത് രാജ്യത്തു നിന്ന് അറിയാതെ അവർക്ക് സിറ്റിസൺഷിപ്പ് നമ്മൾക്ക് നൽകാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് ഏർപ്പെടുത്തുക. അതിനെയാണ് സാർവത്രിക പൗരത്വം അഥവാ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും പൗരത്വം നൽകുന്നു. പൗരത്വം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാകരുത്. ആ ഒരു കോൺസെപ്റ്റ് നിന്നാണ് ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് അഥവാ സാർവത്രിക പൗരത്വം എന്നുള്ള കാര്യം വന്നത്. ഇനി എന്താണ് ആഗോള പൗരത്വം അഥവാ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്താണ് മക്കളെ, നമുക്ക് നോക്കാം. ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, നമ്മൾ എല്ലാവരും ഒരു ഗ്ലോബൽ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. സോ ഈ വേൾഡിനെ നമ്മൾ ഈ വേൾഡിൽ ജീവിക്കുന്ന ആളുകൾ നമ്മൾ ഗ്ലോബൽ സിറ്റിസൺ എന്ന് വിളിക്കുന്നു അല്ലെ. അതൊരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ്. അതെന്താ മക്കളെ, ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ്. ജനങ്ങളെ ലോകത്തിന്റെ പൗരന്മാരായിട്ട് കണക്കാക്കാണ്. അതൊരു സാങ്കല്പികമായ നമ്മളൊരു ആശയമായിട്ടാണ് പറയുന്നത്. ആഗോള സമൂഹം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ലെങ്കിലും തന്നെയും രാജ്യാതിർത്തിക്കപ്പുറം ജനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആഗോള പൗരത്വം എന്ന സങ്കല്പത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ആഗോള പൗരത്വത്തിൽ വിവിധ ഭരണകൂടങ്ങളും ജനങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, സഹകരിച്ചു പ്രവർത്തിക്കുന്നു. അവിടെ ദേശീയ അതിർത്തികൾക്കപ്പുറത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പമാവും. ഇപ്പൊ നമ്മളെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യാറില്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്, ആഗോള പൗരത്വം എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ്. നമ്മളെ ഒരു ബൗണ്ടറിക്ക് അപ്പുറം നമ്മൾ എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ ഉണ്ട്. അതിലൂടെയാണ് ഈ ഒരു സിറ്റിസൺഷിപ്പ്, ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. സോ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ പറയുന്നത്, ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് മൈ മേക്ക് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് ആൻ ആക്സെപ്റ്റബിൾ സൊല്യൂഷൻ ടു ദ ഇഷ്യൂസ് ഓഫ് മൈഗ്രന്റ് ആൻഡ് സ്റ്റേറ്റ്ലെസ് പീപ്പിൾ, അറ്റ്ലീസ്റ്റ് ടു എൻഷുർ ദം ബേസിക് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ റിഗാർഡ്ലെസ് ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ദേ മേ ബി ലിവിംഗ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഈ ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇവർ നാടും വീടും ഒന്നുമില്ലാതെ താമസിക്കുന്ന ആളുകളാണ്. അറ്റ്ലീസ്റ്റ് അവർക്കൊരു ബേസിക് റൈറ്റ്സോ കാര്യങ്ങളോ ഈ ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഡിഫറൻസ് ബിറ്റ്വീൻ
ഡിഫറൻസ് ബിറ്റ്വീൻ FPDP ആൻഡ് PR സിസ്റ്റം. ഇതൊക്കെ നമ്മൾ എത്രയോ പഠിച്ചതാണ് അല്ലെ. PR സിസ്റ്റവും FPDPയും തമ്മിലുള്ള വ്യത്യാസം കേവല ഭൂരിപക്ഷ സമ്പ്രദായം, ആനുപാതിക പ്രാതിനിധ്യവും. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറയുന്നത് വോട്ട് നമ്മുടെ കാൻഡിഡേറ്റിന് ചെയ്യുന്നു, വോട്ട് സ്ഥാനാർത്ഥിക്ക് ചെയ്യുമ്പോൾ ആനുപാതിക പ്രാതിനിധ്യം അഥവാ PR സിസ്റ്റം പാർട്ടിക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു സമയം ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് FPDP സിസ്റ്റത്തിൽ വിജയിക്കുക. പക്ഷെ PR സിസ്റ്റത്തിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ വിജയിക്കും. അയ്യോ, കളറ് നമ്മൾ മാറിപ്പോയി അല്ലെ. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ വിജയിക്കും. FPDP സിസ്റ്റത്തിൽ ജയിക്കാൻ ഭൂരിപക്ഷം വേണമെന്നുള്ള നിർബന്ധമില്ല. പക്ഷെ PR സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം? ഒരു വ്യക്തി വിജയിക്കാൻ എന്ത് വേണം? ഭൂരിപക്ഷ വോട്ട് ഉണ്ടായേ തീരൂ എന്നാണ് പറയുന്നത്. അടുത്തതോ, വോട്ടും സീറ്റും തമ്മിൽ യാതൊരു തരത്തിലുള്ള ആനുപാതികവും എന്തിലില്ല? FPDP സിസ്റ്റത്തില. പക്ഷെ PR സിസ്റ്റത്തിൽ വോട്ടും സീറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ആനുപാതികമുണ്ട്. ഓക്കെ. അടുത്തത്, ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ FPDP സിസ്റ്റവും ഡെൻമാർക്ക്, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ എന്താണ്? PR സിസ്റ്റവുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ രാജ്യസഭ ഇലക്ഷനിൽ PR സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. അടുത്തത്, എന്താണ് ഹാം പ്രിൻസിപ്പൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹാം പ്രിൻസിപ്പൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഹാം പ്രിൻസിപ്പൾ കൊണ്ടുവന്നത് ജോൺ സ്റ്റുവേർട്ട് മിൽ അഥവാ ജെസ് മില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഇതിലൂടെ പറയുന്നു: സെൽഫ് റിഗാർഡിംഗ് ആക്ഷനും അതർ റിഗാർഡിംഗ് ആക്ഷനും. ഇപ്പൊ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെ പ്രവൃത്തി എന്താണ്? എഫക്റ്റഡ് ദ പേഴ്സൺ ഓൺലി, നോബഡി എൽസ്. സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ ഒരാളുടെ പ്രവൃത്തി ആ വ്യക്തിയെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ അത് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ ആണ്. അവിടെ എന്ത് ചെയ്യാണ്? അപ്പൊ നമ്മൾ സ്റ്റേറ്റ് യാതൊരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ആ ഒരു വ്യക്തിയുടെ പരമാധികാരത്തിൽ, ആ ഒരു ഇൻഡിവിജ്വൽ സോവേണിറ്റിയില് സ്റ്റേറ്റ് കയറി ഇടപെടാൻ പാടില്ല. പക്ഷേ ഒരാളുടെ പ്രവൃത്തി സമൂഹത്തിലെ മറ്റുപേരെയും എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ടെങ്കിൽ അപരസംബന്ധിയായ പ്രവൃത്തി അഥവാ അതർ റിഗാർഡിംഗ് ആക്ഷൻ അതുണ്ടാവുന്നെങ്കിൽ എന്താണ്? സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. സ്വാതന്ത്ര്യത്തിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രണം അനിവാര്യമാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ആ വ്യക്തിക്ക് മാത്രമല്ല മറ്റൊരു വ്യക്തിയെയും എഫക്ട് ചെയ്യുന്നെങ്കിൽ സ്റ്റേറ്റ് അവിടെ എന്ത് ചെയ്യണം? ഇന്റർഫിയർ ചെയ്യണം എന്നാണ്, ഇടപെടണം എന്നാണ് ആര് പറയുന്നത്? ജോൺ സ്റ്റുവേർട്ട് മില്ല് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഹാം പ്രിൻസിപ്പൾ നമുക്ക് 3-4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് എവിടെ നിന്നൊക്കെ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രൊവിഷൻസ്, ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ബോറോഡ് പ്രൊവിഷൻസ് ആണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം, FPDP സിസ്റ്റം അഥവാ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെന്ററി ഗവൺമെന്റ്, സ്പീക്കർ, അദ്ദേഹത്തിന്റെ ഫംഗ്ഷന്, പവേഴ്സ്, ചുമതലകളും അധികാരങ്ങളും, ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമം നിർമ്മിക്കുന്ന ഒരു പ്രൊസീജിയർ. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷന് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. USA എന്നാണ് നമ്മളെ മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അയർലൻഡിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തു. കാനഡയിൽ നമ്മൾ ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെൻട്രൽ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്താ? സ്ട്രോങ് ആണ്. അതേപോലെ റെസിഡ്യറി പവേഴ്സ്, അവശിഷ്ടാധികാരങ്ങൾ. ഓസ്ട്രേലിയന്ന് കൺഗ്രൻ ലിസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അതിന്റെ മലയാള നോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? മിസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇന്ത്യ എവിടുന്നൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആവശ്യമായ പ്രൊവിഷൻസ് കടമെടുത്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇലക്ടോറൽ റിഫോംസ്, ഇലക്ഷനിൽ പരിഷ്കാരങ്ങൾ വരണം, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ വരണം. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നെന്താ? പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യ രീതി ഏർപ്പെടുത്തണം. സ്ത്രീ സംവരണം ഏർപ്പെടുത്തണം. വിമൻ റിസർവേഷൻ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം, എൻഷുർ ചെയ്യണം. എല്ലാവർക്കും പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? നൽകിയിരിക്കണം. അതേപോലെ തന്നെ നമ്മളെ മണി പവർ, പണത്തിന്റെ പവർ, അതെന്ത് ചെയ്യണം? പങ്ക് കൺട്രോൾ ചെയ്യണം. ആൻഡ് ക്രിമിനൽസിനെ ഒരിക്കലും ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ പാടില്ല. പിന്നെയോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇലക്ഷൻ പ്രചാരണം നടത്താൻ പാടില്ല. കാസ്റ്റിന്റെയും റിലീജിയന്റെയും പേരിൽ ഇലക്ഷൻ പ്രചാരണം നടത്താൻ പാടില്ല. അതേപോലെ തന്നെ
ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ഷുഡ് ബി ബാർഡ് ഫ്രം ദ കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പാടില്ല. പിന്നെ എന്താ പറയുന്നത്, തിരഞ്ഞെടുപ്പ് ചെലവ് കമ്മീഷൻ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ആകണം, അതിനൊരു സ്പെഷ്യൽ ഫണ്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവര് ഒരുപാട് പൈസ ഉള്ളവര് ഒരുപാട് അവരെന്ത് ചെയ്യും, ക്യാൻവാസ് ചെയ്യും, അതിലൂടെ വോട്ട് കിട്ടും. അത് രീതി മാറണം എന്നാണ് പറയുന്നത്. കമ്പൽസറി ആയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരണം. കമ്പൽസറി വോട്ടിംഗ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. വോട്ട് നിർബന്ധമാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രപതി ഭരണം അഥവാ പ്രസിഡൻഷ്യൽ റൂള്, പ്രസിഡൻസിന്റെ റൂള് എന്ത് ചെയ്യണം, പ്രസിഡന്റ് റൂള് ആവണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെയോ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തണം. ബഹു അംഗത്വ നിയോജക മണ്ഡലങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ആൻഡ് ഫൈനൽ എന്താണ്, വോട്ടർ പട്ടിക ബയോമെട്രിക് വിവരങ്ങളുമായി ബന്ധിപ്പിക്കുക. ഇപ്പൊ എല്ലാം എന്താണ്, ബയോമെട്രിക് ആയിട്ട് കണക്റ്റഡ് അല്ലേ, അതേ രീതിയിൽ കൊണ്ടുവരാം. ഈ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാവുന്നതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 3-4 മാർക്കിനല്ല 5 മാർക്കിനും അതേപോലെ essay ക്വസ്റ്റ്യനും ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്തിനാണ് ഇന്ത്യ FPTP സിസ്റ്റം ഫോളോ ചെയ്യുന്നത്? എന്തിനാണ് ഇന്ത്യ FPTP സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. FPTP സിസ്റ്റം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്നു, വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇന്ത്യയെ പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് FPTP സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് FPTP സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റിന്, സ്ഥിരതയുള്ള ഒരു സർക്കാരിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് നിലനിർത്തുന്നുണ്ട്. വോട്ടർക്ക് സ്വന്തം പ്രതിനിധിയെ തിരിച്ചറിയാം, അവർ വോട്ട് ചെയ്യുന്ന ആരെയാണെന്ന് അവർക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് FPTP സിസ്റ്റം ഇന്ത്യ അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് മക്കളെ, ഹൗ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എൻഷുർഡ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ജുഡീഷ്യറി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ് അല്ലെ, സ്വതന്ത്രമാണ്. അപ്പൊ അതെങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, അടുത്ത ചോദ്യമായിട്ട് നോക്കുന്നത്. ഒന്ന്, അവരെ അപ്പോയിന്റ് ചെയ്യുന്ന രീതി, നിയമന രീതിയാണ് നമ്മൾ നോക്കുന്നത്. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്, രാഷ്ട്രപതിയാണ്. അവർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, രാഷ്ട്രപതിയാണ്. ന്യായാധിപന്മാരുടെ നിയമനത്തിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് യാതൊരു പങ്കുമില്ല. സോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ലെജിസ്ലേറ്റർ ഇടപെടുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. അതായത് ഈ ജഡ്ജി ഈ പാർട്ടിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിയിൽ ജഡ്ജി എടുത്ത് കൊണ്ടിടും, അങ്ങനെയൊന്നും അല്ല ഉണ്ടാവുക. രാഷ്ട്രീയത്തിന് അതീതമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ഒരു ജഡ്ജി അധികാരത്തിൽ വരിക എന്നാണ് പറയുന്നത്. അപ്പൊ നിയമന രീതി ഒന്നാമത്. രണ്ടാമത് ലോങ് ടേം, ഇവരുടെ കാലാവധിയാണ് പറയുന്നത്. മക്കളെ 62 വയസ്സ് വരെ, സുപ്രീം കോടതി ജഡ്ജിക്ക് 65 വയസ്സും ഹൈക്കോടതി ജഡ്ജിക്ക് 62 വയസ്സും വരെ എന്ത് ചെയ്യാം, ഇവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ഹാൻസം സാലറി, നല്ല രീതിയിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പണം കൊടുത്തിട്ട് വശീകരിക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇവരുടെ വിധി മാറ്റിമറിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗത്തെയോ നിയമനിർമ്മാണ വിഭാഗത്തെയോ ഇവർ സാമ്പത്തികമായിട്ട് ആശ്രയിക്കുന്നില്ല. അവർക്ക് ഭരണഘടന തന്നെ ആകർഷകമായിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള സാലറി എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് നോ ക്രിറ്റിസിസം അലോഡ് അഗെയിൻസ്റ്റ് ദ ജഡ്ജ്. ഒരിക്കലും വ്യക്തിപരമായുള്ള വിമർശനം പാടില്ല. നമ്മൾ ഒരു വ്യക്തി എന്താണ്, ഒരു ജഡ്ജിയെ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഒരു വിധി വന്നു, ജഡ്ജി ഇങ്ങനെ ആയോണ്ടാണ് അത് ചെയ്തത്, അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ്സോ കാര്യമില്ല. പ്രൊസീഡിങ്സ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, അവരെ മോശമായിട്ട് പറയുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്ക് കോടതി അലക്ഷ്യത്തിന് എന്ത് ചെയ്യാൻ, നടപടി എടുക്കാൻ പറ്റും. ഒരു ജഡ്ജിയെ അനാവശ്യമായി വിമർശിക്കുക എന്ന് പറയുന്നത് കോടതി അലക്ഷ്യമാണ്. അപ്പൊ അത് പറഞ്ഞ് നമുക്കെതിരെ എന്ത് ചെയ്യാം, കേസ് എടുക്കാൻ സാധിക്കും. അടുത്തത് സെക്യൂരിറ്റി ഓഫ് ഓഫീസ്, പദവിയുടെ സുരക്ഷിതത്വമാണ് പറയുന്നത്. മക്കളെ ഇവിടെ പറയുന്നത് ഇവരെ ജോബിനെ കുറിച്ചാണ്. ഏതെങ്കിലും ജഡ്ജിയെ നീക്കം ചെയ്യണമെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് സാധിക്കില്ല. ഭരണഘടന അനുശാസിക്കുന്ന കർശന നടപടികളിലൂടെ പോയാൽ തന്നെ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലി ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ളതാണ്. ഇവർ ഇംപീച്ച്മെന്റ് എന്ന പ്രോസസ്സിലൂടെയൊക്കെയാണ് പോകുക. പക്ഷെ അത് റിമൂവ് ചെയ്യാന്ന് പറയുന്നത്, ഇവരെ ഒരു ജഡ്ജി ആ ഒരു സ്ഥാനത്ത് നീക്കം ചെയ്യാൻ കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ചോദ്യമല്ല, നമ്മളെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ജുഡീഷ്യറിയെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവിന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം
ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മളവിടെ ഓർക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളെ ഒരു ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണിത് എൻഷുർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മക്കളെ, ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് കുറച്ച് ലോങ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും, കാരണം ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ മിസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. കൂടുതലാണ് കോണ്ടന്റ് ലെങ്ത് കൂടുതലാണെന്ന് വെച്ച് നിങ്ങൾ വായിക്കാതിരിക്കുന്നത്. ഫുൾ മാർക്ക് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അതിന്റെ ഓതേഴ്സും ആണ്. ഇത് മാച്ച് ദ ഫോളോവിംഗിൽ വരുന്ന ഒരു ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘനടത്തം, ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ, ആങ് സാൻ സൂയി. സ്വാതന്ത്ര്യത്തിലേക്ക്, ഓൺ ലിബർട്ടി, ജോൺ സ്റ്റുവർട്ട് മിൽ. രാമായണ റീടോൾഡ്, ഒബ്രെ മേനോൻ. സത്താനിക് വേഴ്സസ്, സൽമാൻ റുഷ്നി. വാട്ടർ, അത് മൂവിയാണ്, ദീപ മേത്തയുടേതാണ്. അൺടു ദിസ് ലാസ്റ്റ്, ജോൺ റുസ്കിൻ. ഹിന്ദ് സ്വരാജ്, മഹാത്മാഗാന്ധി. പൊളിറ്റിക്സ്, അരിസ്റ്റോട്ടിൽ. റിപ്പബ്ലിക്, പ്ലാറ്റോ. ദി പ്രിൻസ്, മാക്കിയവല്ലി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഇംഗ്ലീഷ് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വേസ് ഫോർ ദ അക്വിസിഷൻ ഓഫ് ദ സിറ്റിസൺഷിപ്പ്. എങ്ങനെ നമുക്ക് സിറ്റിസൺഷിപ്പ് ഉറപ്പുവരുത്താം, എങ്ങനെ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. 5 രീതികളാണ്. ഒന്ന്, ജന്മം കൊണ്ടുള്ള പൗരത്വം, സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. രണ്ടാമത്തത് സിറ്റിസൺഷിപ്പ് ബൈ ഡീസന്റ്, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നത്. മൂന്നാമത്തത് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷനിലൂടെ ഉണ്ടാകുന്നത്. നാലാമത്തത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ, തദ്ദേശീകരണത്തിലൂടെ ലഭിക്കുന്ന പൗരത്വം. അടുത്തത് സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഓഫ് ടെറിട്ടറി, ഏതെങ്കിലും ഒരു ഭൂപ്രദേശം ഇന്ത്യയുമായിട്ട് കൂടിച്ചേർക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഈ 5 രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം പോസ്റ്റ് ലിബർട്ടിയും നെഗറ്റീവ് ലിബർട്ടിനെ കുറിച്ച് പറയാനാണ്. നെഗറ്റീവ് ലിബർട്ടി എന്താണ് മക്കളെ? യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ്. അവിടെ വ്യക്തിക്ക് എന്താ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും, നിയന്ത്രണങ്ങളില്ലാതെ പരിപൂർണ സ്വാതന്ത്ര്യം, ഒരു ഫുള്ളി ഒരു ഫ്രീഡം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലഭിക്കുന്നുണ്ട്. അവിടെ സ്റ്റേറ്റ് യാതൊരു തരത്തിലെ ഇന്റർഫിയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ ചെയ്യുന്നില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ ആരുടെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ ഈ ഒരു നമുക്കൊരു നെഗറ്റീവ് ലിബർട്ടി വരുന്ന സമയത്ത് ഒരിക്കലും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് നെഗറ്റീവ് ലിബർട്ടിയാണ്, നമുക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം നമുക്ക് ഹനിക്കാം, അവരുടെ സ്വാതന്ത്ര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, സംരക്ഷിക്കാൻ പറ്റില്ല. തോന്നുന്ന രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകില്ല, സ്റ്റേറ്റ് യാതൊരു തരത്തിൽ ഇടപെടില്ല. ഇതിനെയാണ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. പക്ഷെ പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അവന്റെ വ്യക്തിത്വം വികസിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും ഈ പോസിറ്റീവ് ലിബർട്ടിയിൽ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമുക്ക് അവകാശങ്ങളുണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ വ്യക്തിയെ അവകാശത്തെ ഹനിക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ല. നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട് വെച്ചാൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ല, മറ്റുള്ളവരെ മോശമായിട്ട് പറയാനുള്ള അവകാശം നമുക്കില്ല അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. കുറച്ച് കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യുന്നത്, ലിമിറ്റഡ് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്തിട്ട്, കൺസ്ട്രെയിൻസ് എന്ന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ് ലിബർട്ടിയും നെഗറ്റീവ് ലിബർട്ടിയും സെറ്റ് ആയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. നമ്മള് ഡെവലപ്മെന്റിന്റെ എൻവയോൺമെന്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റും ആണ് പറയുന്നത്. ആദ്യം നമുക്ക് സാമൂഹ്യ ചെലവിലേക്ക് പോകാം. ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യണം, അവിടുന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നു, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു, ഇത് ദാരിദ്ര്യത്തിലേക്ക് വരുന്നു, ചേരികൾ സ്ലമ്മുകൾ ഉണ്ടാകുന്നു, പരമ്പരാഗത തൊഴിൽ ചെയ്ത ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, അത് തകർന്നു പോവുകയാണ് ചെയ്യുന്നത്, സംസ്കാരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, തകരുന്നു. ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ഡെവലപ്മെന്റ് വരുമ്പോൾ ഉണ്ടാവുന്ന സോഷ്യൽ കോസ്റ്റ് ആണ്. ഇനി എൻവയോൺമെന്റ് കോസ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ്, വായു മലിനീകരണം, ആഗോളതാപനം, എയർ പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലേഷൻ, ഓസോൺ ശോഷണം, സോയിൽ പൊല്യൂഷൻ, മണ്ണ് നശിക്കുക, അതേപോലെ തന്നെ ബേർഡ്സ്, ആനിമൽ, പ്ലാന്റ്സ്, ഈ ജന്തു സസ്യജാലങ്ങളൊക്കെ എന്ത് ചെയ്യുക, നശിച്ചു പോവുക, നമ്മൾ ഒരുപാട് വിഭവങ്ങൾ എന്ത് ചെയ്യാൻ നശിക്കുക, നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക, തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോവുക, വനനശീകരണം, ഡീഫോറസ്ട്രേഷൻ, ഇതൊക്കെ നമ്മുടെ എന്താണ്, എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് നടക്കുമ്പോൾ അവിടെ എൻവയോൺമെന്റൽ കോസ്റ്റും ഉണ്ടാകുന്നുണ്ട്, അതേപോലെ സോഷ്യൽ കോസ്റ്റും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ,
അടുത്ത ചോദ്യം നമ്മളെ സർവീസസ് ആണ് ചോദിക്കുന്നത് മക്കളെ. സ്റ്റേറ്റ്, സെൻട്രൽ, ഓൾ ഇന്ത്യ സർവീസസ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു സർവീസസ് ഒക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഓരോന്നിന്റെ അണ്ടറിൽ കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതേപോലെ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടൊക്കെ ചോദിക്കും. സെൻട്രൽ സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, റെയിൽവേ, ഫോറിൻ സർവീസ്. സ്റ്റേറ്റ് സർവീസിൽ വരുന്നതാണ് സെയിൽസ് ടാക്സ്, ഹെൽത്ത്, അതേപോലെ അഗ്രികൾച്ചർ. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ ഫോഴ്സ് സർവീസ് ഒക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഡിസ്ക്രിമിനേഷണറി പവർ. നമ്മളെ പ്രസിഡന്റിന് ഡിസ്ക്രിമിനേഷണറി പവേഴ്സ് ഉണ്ട്, വിവേചനാധികാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ പവേഴ്സ് എന്നാണ് പറയുന്നത്? ഒന്ന്, മന്ത്രിസഭാ തീരുമാനം പുനഃപരിശോധിക്കാൻ വേണ്ടി തിരിച്ചയക്കാം. മടക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് സാധിക്കും. സെൻഡ് ബാക്ക് ദ അഡ്വൈസ് ഗിവൺ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതേപോലെ തന്നെ വിത്ത്ഹോൾഡ് ഓർ റെഫ്യൂസ് ടു ഗിവ് എൻ അസറ്റ്. അതിനെ പോക്കറ്റ് വിറ്റോ, ഒരു ബില്ലിന് അനുമതി നൽകാതെ മടക്കി വിടുക, അതിന് പോക്കറ്റ് വിറ്റോ എന്ന് വിളിക്കും. അടുത്തത്, അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ വെൻ നോ ലീഡർ ഹാസ് എ ക്ലിയർ മെജോറിറ്റി ഇൻ ലോക്സഭ. ലോക്സഭയിൽ ഒരു പാർട്ടിക്കും കൃത്യമായിട്ടുള്ള മെജോറിറ്റി ലഭിക്കാതെ വരുന്ന സമയത്ത് എന്തു ചെയ്യുക? ഒരു പ്രധാനമന്ത്രിയെ നിയമിക്കുന്ന ഉത്തരവാദിത്വം എന്ത് ചെയ്യുന്നുണ്ട്? ആർക്കുണ്ട്? നമ്മുടെ പ്രസിഡന്റ് ഉണ്ട്. ഇത് പ്രസിഡന്റ് വിവേചനാധികാരങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇതും മിസ് നേരത്തെ സിവിൽ സർവീസിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ തന്നെ കുറെ വിഷയങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. ഈ ഹെഡിങ് മാത്രം, ഈ ഹെഡിങ് മാത്രം ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിന്റെ അണ്ടറിൽ നമ്മൾ ഓർഡർ ആക്കി കൊടുക്കണം. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ്, സിറ്റിസൺഷിപ്പ്, ന്യൂക്ലിയർ എനർജി, ഡിഫൻസ്. ബാങ്കിങ്, പൗരത്വം, ആണവോർജം, പ്രതിരോധം. സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വരുമ്പം പോലീസ്, ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അഥവാ തദ്ദേശ ഭരണം, അഗ്രികൾച്ചർ, കൃഷി. കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുമ്പം ക്രിമിനൽ ലോസ്, ക്രിമിനൽ നിയമങ്ങള്, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻസ് ഒക്കെ ഏതിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന. യൂണിയൻ ലിസ്റ്റിൽ തീരുമാനം എടുക്കുന്നത് ആര് മാത്രമായിരിക്കും? യൂണിയൻ ലിസ്റ്റിൽ തീരുമാനം എടുക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ തീരുമാനം എടുക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കൺകറന്റ് ലിസ്റ്റിൽ തീരുമാനം എടുക്കുന്നത് ആരാണ്? സെൻട്രൽ പ്ലസ് സ്റ്റേറ്റ്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്? തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അടുത്തത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ അമെൻഡ് ചെയ്യുക? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള രീതികളാണ് ചോദിക്കുന്നത്. മൂന്ന് രീതികളിലൂടെ ഭരണഘടന അമെൻഡ് ചെയ്യാം. ഒന്ന്, സിമ്പിൾ മെജോറിറ്റി. പാർലമെന്റിൽ സിമ്പിൾ മെജോറിറ്റിയിലൂടെ അമെൻഡ് ചെയ്യാൻ പറ്റും. കേവല ഭൂരിപക്ഷത്തോടുകൂടെ നമുക്ക് ഭേദഗതി ചെയ്യാം. രണ്ടാമത്, സ്പെഷ്യൽ മെജോറിറ്റി. പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷം കൊണ്ടാണ് ഇത് ഭേദഗതി ചെയ്യുക. മൂന്നാമത്തത്, സ്പെഷ്യൽ മെജോറിറ്റിയും അതേപോലെ തന്നെ മൊത്തം സംസ്ഥാനങ്ങളിൽ പകുതി പേരുടെ എന്ത് ചെയ്യുക? അപ്രൂവലും ഉണ്ടാണ്. പ്രത്യേക ഭൂരിപക്ഷം പകുതിയോളം വരുന്ന സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്ക്, സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക, സിറ്റിസൺഷിപ്പ്, ലാംഗ്വേജ്, അതൊക്കെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക, പൗരത്വം, ഭാഷ, ഇതൊക്കെ കേവല ഭൂരിപക്ഷത്തിലൂടെ ചെയ്യാം. ഇനി സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP അഥവാ നമ്മുടെ മൗലികാവകാശങ്ങൾ, ആമുഖം, പ്രിയാമ്പിൾ, ഇതൊക്കെ നമുക്ക് പ്രത്യേക ഭൂരിപക്ഷം വേണം. ഇനി നമ്മളെ സ്പെഷ്യൽ മെജോറിറ്റിയും അതേപോലെ പകുതി സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ അപ്രൂവലും. അതിലൂടെ ഏതൊക്കെയാണ് മാറ്റം വരുത്തുന്നത്? അത് നമ്മുടെ ആർട്ടിക്കിൾ 362 പ്രസിഡന്റ് ഇലക്ഷൻ, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ഇതൊക്കെ എന്ത് ചെയ്യാണ്? നമ്മളെ പ്രസിഡന്റ് തന്നെയാണ്, രാഷ്ട്രപതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. യെസ്, ഓക്കെ. പ്രസിഡന്റിന്റെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ, പകുതി സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ അപ്രൂവൽ. അപ്പൊ ഈ 3 രീതിയിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്? അമെൻഡ് ചെയ്യുന്നത്. അടുത്ത മക്കളെ, എക്കണോമിക്, പൊളിറ്റിക്കൽ, സിവിൽ റൈറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതും പരീക്ഷയ്ക്ക് മിസ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കും, കുഴച്ചു പരിവാക്കി കൊടുക്കും. നമ്മൾ ഈ ഒരു ഹെഡിങ്ങിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. അപ്പൊ രാഷ്ട്രീയാവകാശങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ പൗരാവകാശങ്ങൾ, സിവിൽ റൈറ്റ്സ്, ദെൻ എക്കണോമിക് റൈറ്റ്സ്, കൾച്ചറൽ റൈറ്റ്സ്. ഒന്ന് മിസ് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ,
എക്സ്ട്രാ ആഡ് ഞാൻ കൊടുത്തതല്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിൽ ഇല്ലായിരുന്നു, മിസ് അതുകൂടെ കൊടുത്തതാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതിന്റെ അണ്ടറിലാന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വോട്ട് ചെയ്യാനൊക്കെ ഉള്ളത് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഈസി ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ. അതേപോലെ ഇലക്ഷനിൽ മത്സരിക്കുക, പാർട്ടികൾ രൂപീകരിക്കുക, സർക്കാരിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അതേപോലെ നമുക്ക് പരാതികൾ പെറ്റീഷൻസ് ഒക്കെ കൊടുക്കുക, പദവികളൊക്കെ വഹിക്കാനുള്ള അവകാശമൊക്കെ നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് അഥവാ രാഷ്ട്രീയ അവകാശങ്ങളിൽ വരുന്നതാണ്. ഇനി സിവിൽ റൈറ്റ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, സമ്മേളനങ്ങളൊക്കെ നടത്താനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാം, അതേപോലെ തന്നെ നമുക്ക് മതസ്വാതന്ത്ര്യം, ദെൻ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ സിവിൽ റൈറ്റ്സ് അഥവാ പൗരാവകാശങ്ങളിൽ വരുന്നതാണ്. ഇനി എക്കണോമിക് റൈറ്റ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ്? ജോലി ചെയ്യാനുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം, അതേപോലെ വിശ്രമത്തിനുള്ള അവകാശം, പിന്നെ ട്രേഡ് യൂണിയൻസ്, തൊഴിൽ സംഘടനകൾ നമുക്ക് രൂപീകരിക്കാം, നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താം. ഇതൊക്കെ എക്കണോമിക് റൈറ്റ്സ് അഥവാ സാമ്പത്തിക അവകാശങ്ങളിൽ വരുന്നതാണ്. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൾച്ചറൽ റൈറ്റ്സിൽ സാംസ്കാരിക അവകാശങ്ങളിൽ വരുന്നതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ലാംഗ്വേജ്, കൾച്ചർ, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമുക്ക് രൂപം നൽകാൻ പറ്റും, അതേപോലെ തന്നെ റിഫോം പരിഷ്കരണത്തിനുള്ള അവകാശം, ഇതെല്ലാം നമുക്ക് വരുന്നത് കൾച്ചറൽ റൈറ്റ്സിലാണ്. സോ ഇതൊക്കെ കേട്ടാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സെറ്റ് ആക്കല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഒന്ന് മോഡ് ഓഫ് പ്രോമുൾഗേഷൻ അഥവാ പ്രഖ്യാപന രീതിയിലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം ക്രിയേറ്റ് ചെയ്തത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നാഷണലിസ്റ്റ് മൂവ്മെന്റ്സിന്റെ എന്ത് കാണാൻ പറ്റുമായിരുന്നു? ഒരു സ്പിരിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നു. ആ സ്പിരിറ്റ് നമുക്ക് എക്സാം എഴുതുമ്പോഴും വേണം കേട്ടോ. സോ ആ ഒരു സ്പിരിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അടുത്തത് പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ മുഖ്യ വ്യവസ്ഥകളാണ് പറയുന്നത്. സോ നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ഫ്രീഡം, ഇക്വാലിറ്റി, ഒരു സിറ്റിസൺ, ഒരു രാജ്യത്തിലെ പൗരന്റെ ഫ്രീഡം, ഇക്വാലിറ്റി ഇതൊക്കെ എൻഷുർ ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ വിൽ നോട്ട് ബി ആക്സെപ്റ്റബിൾ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു സമൂഹത്തിനും ഒരു ജാതിയെയും ഒരു മതത്തിനെയും പോലും എന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതാണ് ഭരണഘടനയുടെ മുഖ്യ വ്യവസ്ഥകൾ അഥവാ പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് എന്താണ്? ബാലൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ അഥവാ സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത രീതിയാണ് പറഞ്ഞു വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലെജിസ്ലേറ്ററിയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സെപ്പറേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ഇതിനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചല്ല എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രൈബ് ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ, അതൊരു ലിവിംഗ് ഡോക്യുമെന്റ്, ഒരിക്കലും ജീവനില്ലാതെ കിടക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ല. ലിവിംഗ് ഡോക്യുമെന്റ് ആണ്, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം മക്കളെ. ലോകസഭയുടെ സ്പെഷ്യൽ പവേഴ്സ്. നേരത്തെ മിസ് രാജ്യസഭയുടെയും ലോകസഭയുടെയും അധികാരങ്ങൾ പറഞ്ഞില്ലേ. സോ ലോകസഭയുടെ സ്പെഷ്യൽ പവേഴ്സ് എന്താണ്? അവിശ്വാസ പ്രമേയം അഥവാ നോൺ കോൺഫിഡൻസ് മോഷൻ, അതേപോലെ തന്നെ ധനബില്ല് എന്ന് പറയുന്നത് മണി ബില്ല്. ഈ നോ കോൺഫിഡൻസ് മോഷനും അതേപോലെ മണി ബിൽ, അവിശ്വാസ പ്രമേയവും ധനബില്ലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലോകസഭക്ക് സാധിക്കുന്നുണ്ട്. ലോകസഭയുടെ മാത്രമായിട്ടുള്ള സ്പെഷ്യൽ അധികാരങ്ങളിൽ വരുന്നതാണ്, രാജ്യസഭയുടെ ഇല്ല കേട്ടോ, ലോകസഭയുടെ മാത്രമാണ്. അടുത്തത് മക്കളെ, നമ്മുടെ ഭരണഘടനയ്ക്കെതിരായ വിമർശനങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ അവിടെ കയറി വന്നു. ഇത് വിമർശനങ്ങളല്ല, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റൈറ്റ്സും ഡ്യൂട്ടീസും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് റൈറ്റ്സും ഡ്യൂട്ടീസും തമ്മിലുള്ള ഒരു റിലേഷൻ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ്.
റൈറ്റ്സും ഡ്യൂട്ടീസും നമുക്ക് ഒരു നാണയത്തിന്റെ 2 കോയിൻസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു നാണയത്തിന്റെ 2 കോയിൻസ് മാറിപ്പോയി. ഒരു കോയിന്റെ 2 വശങ്ങളായിട്ടാണ് റൈറ്റ്സും അതേപോലെ തന്നെ എന്തു പറയുന്നത്, ഡ്യൂട്ടീസും പറയുന്നത്. നമുക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഡ്യൂട്ടിയും ഉണ്ട്. എന്ത് ചെയ്യാണ്, മറ്റൊരു വ്യക്തിയുടെ അവകാശങ്ങൾ ലംഘിച്ച് അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കൊണ്ടാവരുത് നമ്മളെ അവകാശങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. റൈറ്റ്സിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടി കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നോ റൈറ്റ്സ് വിത്തൗട്ട് ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു റൈറ്റ്സും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. റൈറ്റ്സും ഡ്യൂട്ടീസും അത്രത്തോളം ലിങ്ക് ചെയ്ത് നിൽക്കുന്നതാണ്. നമുക്ക് ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഇഫ് വൺ ഹാസ് എ റൈറ്റ് ദ അതർ ഹാസ് എ ഡ്യൂട്ടി ടു റിലേറ്റഡ് ടു ദാറ്റ് റൈറ്റ്. മക്കളെ, ഒരാൾക്ക് അവകാശമുണ്ടെങ്കിൽ ആ അവകാശവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടീസിനെയും നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, അവകാശങ്ങളും ചുമതലകളും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് അല്ലേ. നമുക്ക് പരസ്പരം ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ചുമതലകളില്ലാതെ അവകാശങ്ങളില്ല, അവകാശങ്ങളില്ലാതെ ചുമതലകളുമില്ല. അത്രത്തോളം ക്ലോസ് ആയി നിൽക്കുന്ന 2 പേരുമാണിത്. അവകാശങ്ങൾ ഭരണകൂടത്തിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോടൊപ്പം വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചുമതലകളും നൽകുന്നുണ്ട്. സ്വന്തം ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും പറ്റി മാത്രം ചിന്തിക്കാതെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അവകാശങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോധ്യപ്പെടുത്തി തരുന്നു. സ്വന്തം അവകാശത്തെ കുറിച്ച് പറയുമ്പോൾ അതേ അവകാശം മറ്റുള്ളവർക്കും ഉണ്ടെന്ന് നമുക്കറിയണം. ആ മറ്റുള്ളവർക്ക് അവകാശം നൽകാൻ നമ്മൾ എന്ത് ചെയ്യണം, ബാധ്യസ്ഥനാണ്. എനിക്ക് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട്, എനിക്ക് രാത്രി മൂവി കാണും, എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഈ ഡ്രസ്സ് വെയർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ളവർ ആരെങ്കിലും അതേ രീതിയിൽ ഒരു ഡ്രസ്സ് വെയർ ചെയ്ത് നമ്മളെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഈ പെണ്ണ് എന്ത് ഡ്രസ്സ് ഇട്ടാ, ഈ ചെക്കൻ എന്ത് ഡ്രസ്സ് ഇട്ടാന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവാറില്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ ഒബ്വിയസ്ലി എന്താണ്, അവർക്കും അവകാശങ്ങളുണ്ട് അല്ലേ. അതാണ് മക്കളെ അവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ അവകാശങ്ങൾ നമുക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ട്. അത് സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി ആർക്കാണ്, നമുക്കുണ്ട്. സോ റൈറ്റ്സും അതേപോലെ ഡ്യൂട്ടീസും രണ്ടും ഒരുമിച്ച് നിൽക്കുന്നതാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് മിസ്സിന് ഡിസ്കസ് ചെയ്യാനുള്ള. സോ ഒരു 36 മിനിറ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി 2-3 ചോദ്യങ്ങളും കൂടെ ഈ ഒരു 3-4 മാർക്കിനുണ്ട്. സോ മിസ് അത് ഷോർട്സ് ആക്കി ചെയ്യല്ലേ. സോ അത് ഷോർട്സ് ആക്കിയിട്ട് മിസ് ചെയ്യാം. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടുത്ത കോണ്ടന്റ് എന്താണെന്നറിയോ, നമ്മുടെ 5 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടായിരിക്കും മിസ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിന്റെ മുന്നേ എന്റെ മക്കൾക്ക് ഇതേപോലുള്ള ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.